കെ.എസ്.ഇ.ബിക്ക് വൈദ്യുതി ചാർജ് ഇനത്തിൽ പിരിഞ്ഞു കിട്ടാനുള്ള കുടിശ്ശിക തുക 1997 കോടി രൂപ. ഈ തുക പിരിച്ചെടുക്കുന്നതിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തുമ്പോൾ ബാധ്യത മുഴുവൻ ഉപഭോക്താക്കളുടെ തലയിൽ കെട്ടിവെക്കുകയാണ് കെ.എസ്.ഇ.ബി. കഴിഞ്ഞ 12 വർഷത്തിനിടെ 8 തവണയാണ് വൈദ്യുതി നിരക്കിൽ വർധനവുണ്ടായത്. കഴിഞ്ഞ അർദ്ധവാർഷിക കണക്ക് പ്രകാരം കെ.എസ്.ഇ.ബി ലിമിറ്റഡ് 9 കോടി 20 ലക്ഷം രൂപ നഷ്ടത്തിലാണ്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു. സുധീഷ്, കെ.എസ്.ഇ.ബിയുടെ അർദ്ധവാർഷിക കണക്ക് പ്രകാരം 9 കോടി 20 ലക്ഷം രൂപയാണ് നഷ്ടം. പിരിഞ്ഞു കിട്ടാനുള്ളത് 1997 കോടി രൂപയും. അതായത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് കെ.എസ്.ഇ.ബിയെ നഷ്ടത്തിലേക്ക് തള്ളിവിടുന്നത്. അല്ലാതെ മറ്റൊരു നഷ്ടം അവിടെ ഇല്ല. ഏതെങ്കിലും വിധേന സാധാരണക്കാരായ മനുഷ്യരെ ഉൾപ്പെടെ ബുദ്ധിമുട്ടിച്ച് അവരിൽ നിന്ന് നിരക്ക് കൂട്ടി വാങ്ങിച്ച് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് കെ.എസ്.ഇ.ബി. അതായത് ഉള്ളിൽ നടക്കുന്നത് തിരിച്ചറിഞ്ഞ് നടപടിയെടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കെ.എസ്.ഇ.ബിയിൽ, അല്ലേ? കൃഷ്ണരാജ്, അങ്ങനെ തന്നെയാണ്. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് കെ.എസ്.ഇ.ബിക്ക് പിരിഞ്ഞു കിട്ടാനുള്ള 1997 കോടി രൂപ പിരിക്കുന്നതിൽ ഈ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ സംസ്ഥാനത്ത് തന്നെ ഇത്രയേറെ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരുള്ള മറ്റൊരു സ്ഥാപനമില്ല. അതായത് SSLC വിജയിക്കുക പോലും ചെയ്യാത്ത 451 പേരാണ് 1,35,000 രൂപയോളം സാലറി പ്രതിമാസം കൈപ്പറ്റുന്നത്. സബ് എഞ്ചിനീയറെ ഉയർന്ന ഗ്രേഡോടുകൂടി SSLC വിജയിക്കാത്ത 38 പേര് 1,45,000 രൂപയും പ്രതിമാസം സാലറി വാങ്ങുന്ന ഒരു സ്ഥാപനമാണ്, ഇല്ല ഒരു പ്രസ്ഥാനമാണ് കെ.എസ്.ഇ.ബി. ഈ കെ.എസ്.ഇ.ബിയിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ട് തന്നെയാണ് 1997 കോടി രൂപ ഇപ്പോൾ വൈദ്യുതി ബില്ലിനത്തിലുള്ള കുടിശ്ശികയായി നിലനിൽക്കുന്നത്. ഇത് വാട്ടർ അതോറിറ്റി നൽകാനുണ്ടായിരുന്ന ഭീമമായ തുക സർക്കാർ ഏറ്റെടുത്തതിന് ശേഷമുള്ള തുകയാണ് ഈ 1997 കോടി രൂപ എന്ന് പറയുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള അനാസ്ഥ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ സാധാരണക്കാരനായ ഒരു ഗാർഹിക ഉപഭോക്താവ് വൈദ്യുതി ബില്ല് അടച്ചില്ലെങ്കിൽ പിറ്റേന്ന് തന്നെ വൈദ്യുതി വിച്ഛേദിക്കാനും ഈ ഉദ്യോഗസ്ഥർ തന്നെ എത്തുകയും ചെയ്യും. അതേ സാഹചര്യത്തിൽ തന്നെയാണ് വലിയ തുക നൽകുന്നവർക്ക് നേരെയുള്ള ഈ കണ്ണടച്ചുള്ള കെ.എസ്.ഇ.ബിയുടെ പോക്ക്. അത് വലിയ രീതിയിൽ ബാധ്യതയാവുന്നത് സാധാരണക്കാരായ ഉപഭോക്താക്കൾക്കുമാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 8 തവണ വൈദ്യുതി ബില്ല് വർദ്ധിപ്പിച്ചപ്പോൾ യൂണിറ്റിന് ഏറ്റവും കുറഞ്ഞ ഇതിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് പോലും 3 രൂപ 20 പൈസയാണ് ഒരു യൂണിറ്റിന് കൂടിയത്. അതായത് ഒരു സാധാരണക്കാരൻ്റെ ബില്ലിൽ പോലും 100 രൂപയിലധികം ഒരു ബില്ലിൽ തന്നെ വർധന ഉണ്ടാകുക. ആ രീതിയിൽ ഭാരം സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ തലയിൽ കെട്ടിവെക്കുമ്പോഴാണ് ഇത്തരത്തിൽ കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ കെ.എസ്.ഇ.ബി മുന്നോട്ട് പോകുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് കഴിഞ്ഞ അർദ്ധവാർഷിക കണക്ക് പരിശോധിച്ചപ്പോൾ 9 കോടി 20 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കെ.എസ്.ഇ.ബിക്കുള്ളത്. ഈ നഷ്ടം പരിഹരിച്ച് ലാഭത്തിലുള്ള ഒരു സ്ഥാപനമായി ഇതിനെ മാറ്റാൻ പോലും ആ തുക പോലും പിരിച്ചെടുക്കാനുള്ള ഒരു ശുഷ്കാന്തി കെ.എസ്.ഇ.ബിയിലെ ജീവനക്കാർ ഉദ്യോഗസ്ഥർ കാണിക്കുന്നില്ല, ആ ബോർഡ് കാണിക്കുന്നില്ല. സർക്കാരും അതിനുവേണ്ട ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തുന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. സർക്കാരും ഈ ഭാരങ്ങളെല്ലാം തന്നെ സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ തലയിൽ കെട്ടിവെക്കുന്നതിനുള്ള നിർദ്ദേശവും തീരുമാനങ്ങളുമായാണ് പോകുന്നത്. വൈദ്യുതി മന്ത്രി ഇനിയും അടുത്ത വൈദ്യുതി നിരക്ക് വർധനം എപ്പോഴെന്നുള്ള ആലോചനയിലുമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഡിസംബറിലാണ് ഏറ്റവും അവസാനമായി വൈദ്യുതി നിരക്ക് കൂട്ടിയത്. അന്നും കൂട്ടിയത് 15 പൈസയാണ് യൂണിറ്റിന്. മൊത്തത്തിൽ ഈ 8 തവണയായി കൂട്ടിയത് 3 രൂപ 20 പൈസയും. ഇത് വലിയ രീതിയിൽ ബാധ്യത സാധാരണക്കാർക്കാകുമ്പോൾ കെ.എസ്.ഇ.ബിയിലെ ഉദ്യോഗസ്ഥർ ആ ശമ്പള വർധനവുമായി മുന്നോട്ട് പോവുകയാണ്. 2021 ശമ്പളം പരിഷ്കരിച്ചപ്പോൾ 2018 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെയുള്ള വർധനവാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുള്ളത്. ആ രീതിയിൽ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന ഒരു പ്രസ്ഥാനമായി കെ.എസ്.ഇ.ബി മാറുന്നു. അതേ സാഹചര്യത്തിൽ തന്നെ കെ.എസ്.ഇ.ബിയുടെ ഏറ്റവും വലിയ ചിലവും ഈ ശമ്പളം തന്നെയാണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അത്തരത്തിൽ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയ്ക്കും അതിൻ്റെ ബാധ്യതയും ഏറ്റുവാങ്ങുന്നത് സാധാരണക്കാരായ ജനങ്ങളും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃഷ്ണരാജ്, ശരി, കെ.എസ്.ഇ.ബി വലിയ കടത്തിലാണെന്ന് പറയുന്നു. പക്ഷേ പിരിഞ്ഞു കിട്ടാനുള്ള തുക വാങ്ങിയാൽ തന്നെ 970 കോടിയോളം രൂപ ലാഭം ഉണ്ടാക്കാം എന്നതാണ്. മാത്രമല്ല SSLC പാസ്സാകാത്തവർക്കും വലിയ ശമ്പളമാണ്. 1,30,000 രൂപ ശമ്പളമാണ് 451 പേർക്ക് അവിടെ നൽകുന്നത് എന്നും ഓർക്കണം. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.